അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കൂൾ ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ ഇന്ന് സ്കൂളിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നമുക്ക് മദ്രസൊക്കെ ഉണ്ടായതുകൊണ്ട് മദ്രസും ട്യൂഷനൊക്കെ ഉണ്ട്. നമ്മൾ 10ാം ക്ലാസ് ആണല്ലോ. രാവിലെ 5 മണിക്ക് തന്നെ എണീച്ചിട്ടുണ്ട്. നമ്മൾ യൂണിഫോമൊക്കെ എടുത്തുകൊണ്ടുവന്ന ഇന്നലത്തിൽ തന്നെ ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് നമ്മൾ കുളിച്ച് മാറ്റി ഇവിടേക്ക് പോവുകയാണ്, മദ്രസക്ക് പോവുകയാണ്. നമ്മൾ യൂണിഫോം മാറ്റിയതിന് ശേഷം അതിന് മേൽക്ക് പർദ്ദയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് മദ്രസ പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. നമ്മുടെ ചാനൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗുകൾ, അതേപോലെ തന്നെ മേക്കപ്പ്, ചെറിയ രീതിയിൽ സ്കിൻ കെയർ, അങ്ങനെ ഓരോന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണ്. ഒരു ടീനേജേഴ്സിനും ഒരു ഇതേപോലെ തന്നെ സ്റ്റുഡൻസിനും പറ്റിയ ഒരു അടിപൊളി ചാനലാണ്. നിങ്ങൾ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ തുടരും നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റിയാണ്ട് മഫ്തൊക്കെ റെഡിയാക്കിയാണ്ട് ഞാൻ മദ്രസ പോവുകയാണ്. ഞാൻ പൊതുവേ മദ്രസക്ക് മഫ്തയല്ല ഇടല്. ഇന്ന് പയൻ ചെയ്ത് വെച്ചപ്പോൾ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ ഷോൾ റോൾ ചെയ്യുക, ഹിജാബ് ഇടുക ചെയ്യുക. അങ്ങനെ പിന്നെ നമ്മൾ എവിടേക്ക് പോവാണ്, മദ്രസക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് തഫ്സീറായിരുന്നു. ഞാൻ മദ്രസിലും അതേപോലെ തന്നെ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2 പൊതുപരീക്ഷ തന്നെയാണ്, പബ്ലിക് എക്സാം ആണ്. അങ്ങനെ മദ്രസൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മദ്രസക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിന്നതും മഴ പെയ്തു. അത്രയും നേരം മഴ ഇല്ലായിരുന്നു, അപ്പാണ്ട് മഴ പെയ്തു. പിന്നെ മഴ ഒന്നുമില്ല. ഇനി പിന്നെ മഴ കണ്ടുപോയി. ഇന്നലെ ആയിട്ടൊന്നും തുള്ളി മഴയില്ല. ഇന്നും അങ്ങനെ മഴയില്ല, രാവിലെ മാത്രം പെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് പണികളുണ്ട്. ട്യൂഷന് നമുക്ക് നേരത്തെ പോകണം. 8 മണിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് വണ്ടി വരും. അപ്പോത്തിന് വേഗം പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു വലിയ ഗ്യാപ്പില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞു പണിയൊന്നും പറയാനില്ല. മാഷമിൽ കുറച്ച് സാധനം വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെക്കാണ്. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊക്കെ തന്നെ ഉള്ള നമ്മളെ പണി. അങ്ങനെ നമ്മൾ കുഞ്ഞു ടാസ്ക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ യൂണിഫോമൊക്കെ ഓൾറെഡി മാറ്റി കുളിച്ചൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ പണികളൊന്നും എടുക്കാനില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി പിന്നെ നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നമുക്ക് ചായ കുടിച്ച് നമുക്ക് എടുക്കണം, സ്കൂളിൽ പോകണം. സ്കൂളിലേക്കല്ല, ആദ്യം ട്യൂഷനക്ക് പോകണം. പൊതുവേ ദിവസങ്ങളിലൊക്കെ സ്കൂൾ തുറക്കണമെന്ന് നല്ല മഴ ആയിരിക്കും. അധികം നമ്മൾ നല്ല മാറ്റി ഒരുങ്ങി റെഡി ആയിട്ട് ഇതാക്കുമ്പോൾ വൈറ്റ് യൂണിഫോമൊക്കെ അങ്ങ് ചളി ഇങ്ങനെ ചെരുപ്പുമെന്ന് ഇങ്ങനെ തെറിക്കും. അപ്പം കിട്ടണ ഒരു ദേഷ്യവും സമാധാനവും, അത് പോയി കിട്ടിയുള്ള ഒരു സമാധാനമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നങ്ങനെ മഴ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിൽ പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ട്യൂഷന് പോകുന്നുണ്ടെങ്കിലും എൻ്റെ ട്യൂഷനില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ ട്യൂഷൻ സെൻറ്ററിലാണ്. അപ്പം എനിക്ക് ഇന്ന് 2 മാസത്തിന് ശേഷം കാണാം. അപ്പം അതിൻ്റെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് ഒരുങ്ങിയാണ്ട് നമ്മൾ എടുക്ക് പോവാണ്, ട്യൂഷന് പോവാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ണെഴുതി ഒന്ന് ജസ്റ്റ് കോമ്പാക്ട് ചെയ്ത് പിന്നെ വാച്ചും മുടിയൊക്കെ കെട്ടി നമ്മൾ ട്യൂഷന് പോകാൻ വേണ്ടി റെഡി ആവുക. ഞാനൊരു സ്കൂൾ പ്രിപ്പറേഷൻ വ്ലോഗ് ഇട്ടപ്പം കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു ഏത് സ്കൂളിലാണ്. ഞാൻ പുത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പുത്തൂരാണ് പഠിക്കുന്നത്. ഞാൻ പുത്തൂർ സ്കൂൾ, പള്ളിക്കൽ പുത്തൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേഗം മുടങ്ങാൻ ഒറ്റപൊടി നേരമില്ല. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളൂ. അപ്പം അങ്ങനെ ചിരിക്കുന്നു. പക്ഷെ എനിക്ക് തുള്ളി നേരമില്ല. സമയമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ സമയമില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്ക് ഇനി മാക്സിമം വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ എന്തായിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പുട്ടായിരുന്നു. പുട്ടും അതേപോലെ തന്നെ കടലക്കറിയായിരുന്നു. എൻ്റെ എൻ്റെ അപ്പച്ചിക്ക് കുറേ പുട്ടിട്ടെന്ന് ഞാനത് എങ്ങനെയൊക്കെ തിന്ന് കഷ്ടപ്പെട്ട് നേരില്ലാത്ത നേരത്തെ ഇഷ്ടം പോലെ തിന്നത്. നിങ്ങൾക്കുണ്ടോ നിങ്ങളെ പാരൻസ് ഇങ്ങനെ നമ്മൾ വേണ്ട അറിയുമ്പോൾ അങ്ങ് കുറേ അങ്ങോട്ട് വിളമ്പി തരും. ലാസ്റ്റ് ആയിട്ട് തിന്നാനും കഴിയില്ല. അങ്ങനെ കഷ്ടിച്ച് അതൊക്കെ തിന്ന് പിന്നെ ഒരു ഓട്ടമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. സത്യം ട്യൂഷനല്ല, സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ ഉച്ചയാകുമ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ അല്ലേ. സ്കൂൾ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ സ്കൂളിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് അങ്ങനെ ഓരോ പരിപാടി ഉണ്ട്. പക്ഷേ ഞങ്ങൾ ക്ലാസ് മാത്രം പെയിൻ്റ് അടിച്ചിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ എല്ലാവരും കൂടി ആർപ്പും വിളിയിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നല്ല അടിപൊളിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റ് ആക്കുക. അപ്പോൾ ഇന്ന് ഒറ്റപ്പൊടി മഴ ചെയ്തില്ല. നമ്മൾ പൊതുവേ ജൂൺ 1-ാം തീയതി 2-ാം തീയതി തുറക്കണമെന്ന് ഫുള്ള് മഴക്കാരം. പക്ഷെ ഇന്ന് മഴയൊന്നുമില്ല. അങ്ങനെ ലിയോ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ലിയോ പുതിയ ബാഗൊക്കെ ഇന്നാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാര്യമായിട്ടുള്ള സ്കൂൾ ഷോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് ട്യൂഷൻ തുറന്നുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ ലിയക്കൊരു ബാഗ് ഇപ്പച്ചി പോയി വാങ്ങി. അപ്പോൾ ബാഗ് ഞാനിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. കുഴപ്പമില്ല, എനിക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ ട്യൂഷനും മദ്രസക്കും ഒക്കെ ഇടാം. ഇനി നമ്മൾ എന്ത് കഴിക്കുകയാണ്, ഫുഡ് കഴിക്കുകയാണ്. സ്കൂളിൽ ഫുഡ് ഉണ്ടാവുമായിരിക്കും, ഞാൻ ഫുഡ് കഴിക്കില്ല. എനിക്ക് അവിടുത്തെ ഫുഡൊന്നും പറ്റൂല. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പൂച്ചകൾക്കൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഇവിടേക്ക് പോവാണ്.
ഫോണ് TV എന്നുള്ള കളികളിലോട്ട് പോവാണ്. ഞാനിപ്പോൾ നല്ല ഹിന്ദി മൂവീസ് കാണാറുണ്ട്. അപ്പോൾ ഒരു ഹിന്ദി സൽമാൻ ഖാൻ്റെ ഒരു ഹിന്ദി മൂവി കാണുകയാണ്. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കും 10ാം ക്ലാസ്സിലെ എനിക്ക് ഫിലിമൊക്കെ കാണാൻ നേരം ഉണ്ടോ എന്ന്. ഞാൻ ഏത് നേരം ഫിലിമാണ് കാണല്. അതുകൊണ്ട് എനിക്ക് പഠിക്കാനാണ് നേരം കിട്ടാത്തത്. കാരണം ഫിലിമൊക്കെ കണ്ടു തീർക്കുകയാണ്. അപ്പം ഇനി നമുക്ക് യൂണിഫോം തിരുമ്പണം. എന്താ വെച്ചാൽ പുതിയ യൂണിഫോം ആയിരുന്നു. ഞാൻ എല്ലാ കൊല്ലം യൂണിഫോം അടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂണിഫോം ഒരു കൊല്ലം നിൽക്കില്ല. അങ്ങനെ വൈറ്റ് യൂണിഫോമാണ്. എനിക്കങ്ങനെ മതിയാർക്ക് കൊണ്ടെടുക്കണമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ എന്നിട്ട് പോയി ഇന്നെ എവിടെയോ ചളിയായിട്ടുണ്ട്. എനിക്കറിയില്ല തോന്നുന്ന ചളിയാവണമെന്ന്. പക്ഷെ ചളിയാവുന്നുണ്ട്, ഞാനൊക്കെ അറിയണമില്ല. അപ്പം അത് തിരുമ്പാണ്. അത് തിരുമ്പി ഉണക്കിയിട്ടുണ്ട്. അത് കാര്യമായിട്ടില്ല. ആ ചെറിയ ചളി ഇങ്ങനെ മാറ്റിയിട്ട് പിന്നെ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പും. അപ്പോൾ അതൊരു ചെറിയ കട്ടില്ല ശീലമാണ്. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആക്കും. ഇനി ഒരു കൊല്ലല്ലേ. അങ്ങനെ പിന്നെ നല്ല ഇരുടായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നേരെ മേൽക്ക് വിട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് എഴുതാനൊന്നുമില്ല. ട്യൂഷൻ്റെ ബുക്ക് എടുത്തേക്കാണ്ട് അത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് മാത്സ് ആയിരുന്നു ട്യൂഷനിൽ. ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. എന്താ വെച്ചാൽ ഞാനിപ്പോൾ പഠിക്കുന്നത് E1-ലാണ്. E1 പറഞ്ഞാൽ 7:45 ക്ലാസ്സാണ്. അപ്പോൾ നാളെ 7:45 നമുക്ക് ട്യൂഷൻ ഉണ്ടാവുക. പക്ഷേ എൻ്റെ വണ്ടിക്കാർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു 7:45 പറ്റൂല, പോകാൻ കഴിയൂല, 8:15 ക്ലാസ്സിനായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ E1 E2 മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വിളിച്ചറിയുമ്പോൾ പറഞ്ഞു നാളെ ട്യൂഷന് വന്നിട്ട് പറയാമെന്ന്. ലാസ്റ്റ് ഇപ്പോൾ എനിക്ക് ഇന്ന് ഏത് ബുക്ക് കൊണ്ടുപോകണമെന്ന് അറിയില്ല. നാളെ അല്ലെങ്കിൽ E1 വിഷയം കൊണ്ടുപോകണം അല്ലെങ്കിൽ E2 വിഷയം കൊണ്ടുപോകണത്. ഇന്നിപ്പോൾ നമുക്ക് മാത്സ് ആയിരുന്നു. ഇനി E2 നാളെ മാത്സ് ആണ്. അപ്പോൾ ഞാൻ പിന്നെ മാത്സിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ബുക്കിൻ്റെ നടുപേജൊക്കെ ഫുൾ ഇങ്ങനെ കുത്തി വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ ചില ബുക്കൊന്നും കൊണ്ടുപോയില്ല, ചിലപ്പോൾ മറക്കണമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ബുക്കിൻ്റെ നടുവിലൊക്കെ എഴുതി വെക്കും. അപ്പോൾ ആ പേജസൊക്കെ ഞാൻ പറിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് മതിയായിരിക്കും വൃത്തിക്ക് കൊണ്ടെടുക്കണം. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഈ പേജ് ഞാൻ കളയുന്നില്ല. കാരണം വെച്ചാൽ ഇനിയും ഞാൻ ബുക്ക് കൊണ്ടുപോയില്ലേ. ഇപ്പം ഞാൻ നാളെ ഇപ്പോൾ ചിലപ്പോൾ E2 തന്നെ ഇരിക്കണം എന്നില്ല, ചിലപ്പോൾ E1 തന്നെ പഴയ പോലെ തന്നെ ഇരിക്കലുണ്ടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് പേജസും കൂടി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് സ്കൂളിൽ നിന്ന് ടൈം ടേബിളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടൈം ടേബിളൊക്കെ നമ്മളൊന്ന് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കൊല്ലം ഞാൻ ഡെയിലി ഫോൺ നോക്കും, ടൈം ടേബിൾ എഴുതാം. ഫോണിലുണ്ടാവും, ഞാൻ എഴുതിയെടുക്കില്ല. ഇക്കൊല്ലം ഞാനത് വേണ്ട വിചാരിച്ചു. സോ നമ്മൾ എഴുതിയെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ സ്കൂൾക്ക് 8ാം ക്ലാസ്സൊക്കെ എന്നെ അറിയുന്ന ആരൊക്കെയൊക്കെയോ വന്നിട്ടുണ്ട്. എന്നോട് ഇങ്ങനെ ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പുതിയൊരു സ്കൂളിലാണോ പഠിക്കണേ, ഞങ്ങൾ ഇനി എഴുത്തൊക്കെ വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട്. അപ്പം ഓലൊന്നും ഞാൻ കണ്ടില്ല. ഓലൊക്കെ എന്നെ കണ്ടിട്ടോ എനിക്കറിയില്ല. അപ്പോൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് സംസാരിക്കാവുന്നതാണ്. ചിലപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾ അറിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ്. ഞാനിങ്ങനെ വീഡിയോസൊക്കെ അധികം സ്റ്റഡി വ്ളോഗ് അങ്ങനെ ഓരോന്നൊക്കെ ആക്കണോണ്ട് എൻ്റെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ വലിയ സംശയമുണ്ട്. ഞാൻ നേരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ സത്യാവസ്ഥ എനിക്കെല്ലാം അറിയുള്ളൂ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഏതായാലും ടൈംടേബിളൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം മാത്രം ചെയ്യും, വീഡിയോയിൽ കാണിക്കുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പഠിക്കൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് മാത്രം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ബുള്ളറ്റ് ജേർണൽ ചെയ്യണമാണ്. എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുള്ളറ്റ് ജേർണൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുമെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പറഞ്ഞുതരാം. ബുള്ളറ്റ് ജേർണൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്തുമല്ലേ, നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്യണം, പ്ലാനർ ചെയ്തുമല്ലോ. അപ്പോൾ നാളെ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതൊക്കെ നമ്മളിങ്ങനെ ഓരോ പേപ്പർ കട്ടിങ്സിൽ ഇങ്ങനെ എഴുതി വെക്കലാണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ചുരുക്കിയാണ്ട് ഒരു ബുക്കിലോട്ട് കുത്തിത്തിരിക്കലാണ് ബുള്ളറ്റ് ജേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ബുള്ളറ്റ് ജേർണൽ എന്തുണ്ടാവും, പ്ലാനറിന് ചെറിയ സെക്ഷൻ ഉണ്ടാവും. നാളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. പിന്നെ ഇപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കാം. എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കത് വായിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ചുരുക്കി നമ്മളൊരു പ്ലാനിങ് ആയിട്ടുള്ള ഒരു ലൈഫൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു കാര്യമാണ്. നമ്മൾ നാളെ എന്തൊക്കെയാണ് ചെയ്യണം, ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി, അങ്ങനത്തെ ഒക്കെ ഒരു വ്യക്തമായ ധാരണ കിട്ടും. ഞാനിപ്പോൾ ഏകദേശം 3-4 കൊല്ലമായി ഈ സംഭവം ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ ഒന്നും അങ്ങനെ തുടർച്ചയായി ചെയ്യുന്നില്ലെങ്കിലും എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം ഞാൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മാഷാഅല്ലാ, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് ജേർണൽ എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ മെയിനായിട്ട് ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാവും. ഹാബിറ്റ് ട്രാക്കർ എന്താ വെച്ചാൽ നമുക്കൊരു മെയിനായിട്ടുള്ള ഹാബിറ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ രാവിലെ എണീക്കുക, അതേപോലെ തന്നെ പഠിക്കുക, സ്കൂളിൽ പോവുക, അതൊക്കെയാണ് എൻ്റെ ഹാബിറ്റായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ ചിലവർ ഭയങ്കര കലാപരമായിട്ടൊക്കെ ഇഷ്ടമുള്ളവർ നമ്മളെന്ന് ചെയ്തോ, പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഇന്ന് വീഡിയോ ഇട്ടോ, അങ്ങനെയൊക്കെ ഓരോന്നാണ്. അത് ചെയ്തിട്ട് അന്നൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ കളർ ചെയ്ത് കൊടുക്കും. പിന്നെ പ്ലാനറാണ്. പ്ലാനറിൽ നാളെ എന്താണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്, എന്തെങ്കിലും വർക്ക് ഉണ്ടോ, അസൈൻമെൻറ്റ് ഉണ്ടോ, എന്ത് നമുക്ക് എഴുതി വെക്കാം. പിന്നെ മൂഡ് ട്രാക്കറും ഞാൻ ചെയ്യും. ഞാൻ ഈ 3 സംഭവം മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ഒരുപാട് അങ്ങ് ചെയ്യില്ല. ഒരുപാട് ചെയ്യണ ആൾക്കാരുണ്ട്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എനിക്ക് അത്രയ്ക്ക് വലിയ ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മൾ ഒന്ന് ചെറിയൊരു ഇത്തിരിങ്ങൾ ചെയ്തിട്ട് അത്രയും നന്ന്. കുറേ എഴുതിയിട്ട് വെറുതെ ഉള്ളൊക്കെ കൂടി പോക്കുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ തന്നെയാണ്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. മൂഡ് ട്രാക്കറിൽ നമ്മളെന്താവും, ഇന്നത്തെ ദിവസം സാഡ് ആണെങ്കിൽ ഒരു കളർ ഇടും, ഹാപ്പി ആണെങ്കിൽ ഒരു കളർ ഉണ്ടാവും. അങ്ങനെ വേറെ വേറെ കളർ വെച്ചിട്ട് നമ്മൾ അതൊക്കെ ഫില്ല് ചെയ്യും. അത്ര തന്നെ ഉള്ളൂ ബുള്ളറ്റ് ജേർണൽ എന്ന് പറഞ്ഞാൽ. ഇതെങ്കിലും
എൻ്റെ അഭിപ്രായത്തിലുള്ള ബുള്ളറ്റ് ജേർണലാണ്. ചിലപ്പോൾ ശരിക്കും ഇങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മൾ കുറേ വലിച്ചു വാരി കുറേ പേപ്പേഴ്സിൽ അവിടെ ഇവിടെ ഇടുന്നതായിട്ട് ഉള്ളത് നമ്മൾ എഴുതി നമ്മൾ ഒരു ബുക്കിൽ തന്നെ എഴുതി സൂക്ഷിക്കുക, ഭയങ്കര ഷോർട്ടായിട്ട്. പിന്നെ അതുമല്ല കുറച്ച് കാലം കഴിഞ്ഞ് നമ്മളെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡയറി പോലെ ഇത് യൂസ് ചെയ്യുക. എന്താ വെച്ചാൽ ഇതിങ്ങനെ മറിച്ച് നോക്കുക, നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതൊക്കെ ചെയ്തിരുന്നു അല്ലേ, അങ്ങനെ ചെയ്തിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, നോക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യണം. കാരണം നാളെ നമുക്ക് മാത്സിനെ കൊണ്ടുപോകാം. എന്താണെന്ന് വെച്ചാൽ E2ക്ക് മാറുകയാണ്. ചിലപ്പോൾ E2ക്ക് മാറ്റാൻ കഴിയുമെന്ന് അറിയില്ല. ഏതായാലും മാത്സാണ് കൊണ്ടുപോകുക. E2ലെ നാളത്തെ സബ്ജക്റ്റ് പറഞ്ഞാൽ മാത്സാണ്. ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പറഞ്ഞ് നാളെ മാത്സ് ആണെന്ന്. അങ്ങനെ നമ്മൾ മാത്സിനെ എടുത്തിടുകയാണ്. ഇന്ന് കൊണ്ടുപോയത് തന്നെ ഇന്ന് കേട്ട ക്ലാസ് തന്നെ നാളെയും കേൾക്കണം. അങ്ങനെ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ട്യൂഷനൊക്കെയുള്ള ബുക്കും അതേപോലെ തന്നെ ബോക്സും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും നിർബന്ധമാണ്, അല്ലെങ്കിൽ തല്ല് കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് എന്താണ്, നമ്മൾ യൂണിഫോമൊക്കെ അയൺ ചെയ്യണം. നമ്മൾ തിരുമ്പിയിട്ടുണ്ടായിരുന്നു, എല്ലാത്ത യൂണിഫോമും കൂടി ഉണ്ട്. ഇക്കൊല്ലം നമ്മൾ 2 യൂണിഫോം അടിച്ചു. കഴിഞ്ഞ കൊല്ലം നമ്മൾ 2 യൂണിഫോം അടിച്ചു. അതിന് മുന്നത്തെ കൊല്ലം 2 അടിച്ചു. അതിന് മുന്നത്തെ കൊല്ലത്ത് എനിക്ക് ഭയങ്കര ഷോർട്ടായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് റെഡിമെയ്ഡ് വാങ്ങിയതായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതല്ല, വീഡിയോയിൽ കാണുമ്പോൾ അത്ര ചെറുതല്ല, പക്ഷേ വീഡിയോയിൽ കാണുന്ന ഹൈറ്റ് അല്ല എൻ്റെ ഹൈറ്റ്. എന്നെ റിയലായിട്ട് നിങ്ങൾ കണ്ടാൽ ഞെട്ടും. അമ്മാതിരി ഹൈറ്റുള്ള ഒരാളാണ് ഞാൻ ഏകദേശം 170 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ ഉണ്ട്. പൊതുവെയുള്ള ആൾക്കാർ 150 ഏറിയ 160 175 ഉണ്ടാവുള്ളൂ. ഞാൻ 170 സെൻറ്റിമീറ്ററുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് യൂണിഫോം റെഡിമെയ്ഡ് കിട്ടില്ല പറഞ്ഞാൽ ടാസ്ക്കാണ്. ഇനി കിട്ടിയാൽ തന്നെ അത് ഷോർട്ട് കുർത്ത പോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ 8ാം ക്ലാസ്. അത് ഒന്നാകെ പെട്ടു. 9ാം ക്ലാസ്സും പിന്നെ ഇങ്ങനെ വലിപ്പം കുറഞ്ഞു. അപ്പോൾ ഏതായാലും 10ാം ക്ലാസ്സൊക്കെ എൻ്റെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വലിപ്പം കൂടി പോലെ എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം ഓർമ്മ എന്താ വെച്ചാൽ, നമ്മൾ ട്യൂഷനക്കുള്ള ബുക്ക് മാത്രം എടുത്തിട്ടുള്ളൂ. നാളെ ക്ലാസ് ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നാളെ നമുക്ക് ഉച്ച വരെ ഉള്ളൂ. അപ്പം അതിനുള്ള ബുക്കും കൂടി നമ്മൾ ടൈം ടേബിൾ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോരായ്മ വേണ്ട, വെറുതെ തല്ല് വാങ്ങണ്ടല്ലോ അറിഞ്ഞുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ടിവിയും ഫിലിമും ഒക്കെ കണ്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് അതൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാൽ നിങ്ങൾ കമൻറ്റ് ആക്കാൻ, പുതിയ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കുക. അപ്പോൾ ഇത്രയല്ലോ, എല്ലാവർക്കും ബൈ.